എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം, താറാവിനെ വളർത്തുന്നത് പാമ്പ് ശല്യം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ടല്ലോ, ശരിയാണോ? അറിയുന്നവരെ കമൻറ്റ് ചെയ്യാം. താറാവിനെ വളർത്തുന്നത് പാമ്പ് ശല്യം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. ആർക്കെങ്കിലും അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? ഹായ്, ഹായ് ഹായ് ഹായ്. അത് കാണുന്നുണ്ടല്ലോ. ചെയ്തല്ലോ. എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ജയമക്കുട്ടി, എത്ര ദിവസമായി കണ്ടിട്ട്. ജയമക്കുട്ടിയെ ഞാൻ കളിക്കാൻ മേടിച്ചതാ. ഹായ്. താറാവ് അതിന് നിനക്ക് താറാവിന് തിന്നാനറിയാം. താറാവിന് തിന്നണ കാര്യമില്ല ഞാൻ പറഞ്ഞത്, തിന്നണ കാര്യം മാത്രമേ ഉള്ളൂ. താറാവിനെ തിന്ന കാര്യമില്ല ഞാൻ ചോദിച്ചത്. ആ ചോദ്യം വായിച്ച പമ്പരങ്ങൾ നമ്മുടെ പഴയ ഓർമ്മകളിലേക്ക് പമ്പരം കൊണ്ട് നടക്കണ ഓർമ്മകളിലേക്ക് പോകും. കണ്ടടിപ്പോടെ കുറെ പറത്തി കളിച്ചിട്ടുള്ളതല്ലേ. പൂരത്തിന് പോയ വളക്കടയുടെ മുന്നിൽ നിൽക്കും. കുപ്പിവളകൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. കുപ്പിവളം നോക്കി നിൽക്കും, പക്ഷെ വാങ്ങിക്കാൻ പൈസ ഉണ്ടാവും.
നോക്കി നിൽക്കലേ ഉണ്ടാവുള്ളൂ. വള മേടിക്കാൻ കാശില്ല, പിന്നെ വളയിടാൻ പറ്റില്ല. ഇപ്പം വളയിടാന്ന് വളയിട്ട് നടന്ന ആൾക്കാർ ചിത്ത കുപ്പി വളയിട്ട് ഇടേണ്ട പ്രായത്തിൽ പൈസ ഉണ്ടായില്ല. ഇപ്പം ഇടാന്ന് വിചാരിച്ചപ്പോൾ ഇടാനും പറ്റണ്ടായി. ജോലിയിലായിരുന്നു. താറാവ് പാമ്പിന് തിന്നില്ലേ? ഞാൻ അങ്ങനെ കേട്ടു. താറാവുള്ളവർക്ക് പാമ്പ് വരില്ല, പാമ്പ് ശല്യം കുറയുന്നു പറയുന്നുണ്ട്. അത് സംശയം ചോദിച്ചതാണ്. പമ്പരം കളിച്ച് താറാവ് കുരുമുളകൊക്കെ ഇട്ട് വരട്ടി വെക്കില്ലേ, നല്ല ടേസ്റ്റല്ലേ? അങ്ങനെയൊക്കെ ഒന്നും എനിക്കിഷ്ടമാണ്. താറാവ് ഇഷ്ടമില്ല കേട്ടോ. നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ട് വരട്ടിയാണ് വെക്കുന്നത്, അതെനിക്ക് നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ കുപ്പിവെള്ളം ട്രെൻഡായ കാരണം കുറച്ച് കുപ്പിവെള്ളം വാങ്ങിച്ച് വെക്കണം. പൂരപ്പറമ്പിൽ പോകുമ്പോൾ പല കളറ് കുപ്പിവെള്ളം കുറച്ച് മേടിച്ച് വെക്കുന്നുണ്ട്. ട്രെൻഡാണെങ്കിൽ പിന്നെ അത് ഇടാലോ. സ്വർണത്തിനൊക്കെ എന്താ വില അല്ലേ? ഞാനിപ്പോൾ സ്വർണ്ണമൊന്നും ഉണ്ടാവില്ല. കുപ്പിവളയും അതൊക്കെ നല്ലത്. കള്ളന്മാരെ പേടിക്കണ്ടല്ലോ. ചുവപ്പ പച്ച കുപ്പിവളകൾ ഉണ്ടാവും. പഴയ കുപ്പിവള, കറുപ്പ കുപ്പിവള. പിന്നെ എനിക്ക് ഈ പൊട്ടുകൾ വലിയ ഇഷ്ടമായിരുന്നു കേട്ടോ. സ്റ്റിക്കർ പൊട്ടില്ല. അയ്യോ, അത് പോയി ഒടുങ്ങിയില്ല. ആകെ ഒരു പൊട്ട് കുത്തി വന്നത്. എന്നും പൊട്ട് കുത്താണ്ട് വരാം. അപ്പോൾ ഒരെണ്ണം കിട്ടിയപ്പോൾ കുത്തിയതാ. അതിന് പശ പോയി അതിൻ്റെ അടർന്ന് വെക്കുന്നു. അപ്പം സ്റ്റിക്കർ പൊട്ടുകളുണ്ടായിരുന്നു നല്ല നീളത്തിലുള്ള. അതെനിക്കിഷ്ടമാണ്. അതുമ്മേ ഇങ്ങനെ ഓരോ വർക്കുകളൊക്കെ ആയിട്ടേ. ഇപ്പം അങ്ങനത്തെ പൊട്ടൊന്നും കാണാനില്ല. പൂരത്തിന് പോയപ്പോൾ കിട്ടിയത്. നാളെ വാണി വിശ്വനാഥിൻ്റെ വീട്ടിൽ പോകണം. സിനിമാ നടി വാണി വിശ്വനാഥില്ലേ, ഞങ്ങളുടെ ബന്ധുവാണ്. അപ്പോൾ ഞങ്ങളുടെ തറവാട്ടമ്പലം അവരുടെ വീട്ടിലാണ്. അപ്പോൾ അവിടെ നാളെ തോറ്റത്തിന് പോകണം. അത് ക്ഷണിച്ചിട്ടുണ്ട്. അത് നേരത്തെ പോവും. 10-10 വരെ ആടി തോറ്റനുണ്ട്. നല്ല പരിപാടികളാട്ടാ. കൊട്ടും മേളം. ഹൈവേ കിടന്ന് അങ്ങോട്ട് പോയിട്ട് അവിടെ ഒരു റോഡുണ്ട്. ആ വഴിയിൽ വരെ വാണിയുടെ ആങ്ങളെയും വാണിയൊക്കെ താലം പിടിക്കും. കഴിഞ്ഞ കൊല്ലം വാണി താലം പിടിച്ചില്ല, എല്ലാ കൊല്ലം പിടിക്കാറുണ്ട് കേട്ടോ. എല്ലാവരും താലം പിടിച്ച് വാണിയുടെ മോനൊക്കെ ഉണ്ടാവും. ബാബുരാജ്. അതിനെന്തൊക്കെ പേടിയാണ്. സിനിമയിലൊക്കെ ഗുണ്ടയായിട്ട് എനിക്കത് ഓർമ്മ വരും. അത് ചിരിക്കൊക്കെ ചെയ്യട്ടെ ബാബുരാജ്. പാവടി. സിനിമയിൽ വലിയ ഗുണ്ടേര പോലെയല്ല, പക്ഷെ അതിനെ കാണുമ്പോൾ അങ്ങനത്തെ ഇതില്ല. കാണുമ്പോൾ ഒരു പാവം പോലെയാണ്. ചിരിക്കൊക്കെ ചെയ്യും. വാണിയുടെ വീട്ടിൽ കുറേ വാണിയുടെ അച്ഛന് 2-3 ഭാര്യമാരുണ്ട്. അറിയും. അവർക്കൊക്കെ മക്കളുണ്ട്. താലം പിടിക്കാനും
വാണിയുടെ അച്ഛൻ മരിച്ചു. താലം പിടിക്കാനൊക്കെ നിൽക്കും. എല്ലാ ഭാര്യമാരും നല്ല ഐക്യത്തോടു ഇപ്പൊ വാണിയുടെ അമ്മേനെ കാണാൻ എന്തോ തൊങ്ങിയാന്നറിയോ, സുന്ദരിയാ. അതിനെ കഴിഞ്ഞ തോറ്റത്തിന് പോയപ്പോൾ കണ്ടിട്ട് വയസ്സായി പ്രായമായി, ആ ഭംഗിയൊക്കെ പോയി. നല്ല കളറാ, നല്ല കളറും നല്ല സിനിമാ നടി പോലത്തെ പെണ്ണാട്ടാ. അപ്പോൾ അതിന് വയ്യാണ്ടായി. വാണിയുണ്ട് അവിടെ, വാണിയുടെ ആങ്ങളയുടെ ഭാര്യ ഉണ്ടാവും. നാളെ ഇനി തോരത്തിന് പോയിട്ട് ഞാൻ വീഡിയോ എടുത്ത് ഇടാട്ടാ. നല്ല പരിപാടികളാ, കൊട്ടും മേളം, തുള്ളലും ചാടലും, കാവടിയൊക്കെ ഉണ്ട് ഒക്കെ ആയിട്ട് ഇങ്ങനെ വരും. അവിടെ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോയിട്ട് പിന്നെ അവിടെ നിന്ന് നടന്ന് ഈ താലം പിടിക്കുന്നവരുടെ കൂടെ ഇങ്ങോട്ട് നടന്നു പോരും. നടന്നു പോന്നിട്ട് വാണിയുടെ വീട്ടിലേക്ക് എത്തും. വാണിയുടെ വീട്ടിലെത്തിയാൽ പിന്നെ അവിടെ തുള്ളലും ചാട്ടം, തുള്ളക്കാർ കളയെഴുത്തൊക്കെ ഉണ്ട്, വലിയ കളമൊക്കെ വരച്ചിട്ടാണ്. അപ്പോൾ അവിടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ചാത്തന തുള്ളല ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾക്ക് ചിക്കൻ കറിയൊക്കെ കൂട്ടി ചോറ് തരും. ചിക്കൻ കറിയും ചോറും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പോവാറില്ല കേട്ടോ. 2 ദിവസം ഉണ്ട് പരിപാടി. ചെല്ലാനൊക്കെ പറയും. ആ കൈ ഒന്ന് കാണിച്ച്, നല്ല ആളാണ് പറയുന്നത്. എന്നിട്ട് കയ്യില് എന്തിന് കയ്യ് കൈ 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 കയ്യാണോ പറയാന? കൈച്ചിന്ന അല്ലട്ടാ, ഞാൻ കയ്യൊന്നുമല്ല. എനിക്കൊരു പാർട്ടിയില്ല. ഞാൻ പാർട്ടിയില്ലാത്ത ആളാട്ടെ. ഹായ് ഹായ് ഹായ്. ഒരു ഹായ് അല്ല വന്നത്, എത്ര ഹായ് ആയി ഇപ്പോൾ. എനിക്ക് പാർട്ടിയില്ലാത്ത ആളാണ് കേട്ടോ. എനിക്കൊരു പാർട്ടി. എൻ്റെ അച്ഛൻ അങ്ങനെയായിരുന്നു. അച്ഛൻ എല്ലാ പാർട്ടിക്കാരും വോട്ട് ചോദിച്ചു വരും. അപ്പം അച്ഛൻ പറയും ചെയ്യാം ചെയ്യാം ചെയ്യാം. അപ്പം ഇവര് വന്നപ്പോൾ ഇവര് വിചാരിക്കും വലിയ സ്നേഹത്തിൽ ചെയ്യാം ചെയ്യാന്ന് പറയും. അപ്പോൾ അവർ വിചാരിക്കും അവരുടെ പാർട്ടി വന്നിട്ടാ. അത് കഴിഞ്ഞ് വേറെ ആൾക്കാർ വരുമ്പോൾ അവർ ചെയ്യാം ചെയ്യാം. അപ്പം അവരും ഞങ്ങളുടെ പാർട്ടിയാണെന്ന്. അത് കഴിഞ്ഞ് മറ്റേ ആൾക്കാർ വരും. അപ്പം അവരോട് ചെയ്യാട്ടോ, തീർച്ചയായും ചെയ്യും. അപ്പോൾ എല്ലാവരുടെ വിചാരം അവരവരുടെ പാർട്ടിയുടെ, അച്ഛൻ്റെ പാർട്ടി ആർക്കും അറിയില്ല ഏത് പാർട്ടിയെന്ന്. എല്ലാവരും വിചാരിക്കും അവരവരുടെ പാർട്ടിയെന്ന്. അതുപോലെ ഞാൻ അപ്പം ആരായിട്ട് വഴക്കില്ല, എല്ലാവരായിട്ട് സ്നേഹ. നമ്മൾ ഭരണത്തിൽ കുത്ത എല്ലാവരോടും നല്ല വിശേഷം. നമുക്ക് നല്ല വിശേഷമായിട്ട് എന്താ, നാട്ടിലൊക്കെ ദുഃഖങ്ങളൊക്കെയല്ലേ നടക്കുന്നത്. പടക്കശാല തീ പിടിച്ചു, അതുപോലെ പല പല. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കെങ്ങനെ സന്തോഷിക്കാൻ തോന്നാം അല്ലേ? എനിക്കെപ്പോഴും അങ്ങനെയാണ്. എനിക്ക് എൻ്റെ കാര്യത്തിലും അല്ല, എനിക്ക് മറ്റുള്ളവരുടെ വിഷമങ്ങൾ ആലോചിക്കുമ്പോഴാണ് എനിക്ക് എപ്പോഴും. ആ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ അങ്ങനെ ഞാൻ ചിന്തിക്കുക. അങ്ങനെയാണ് അത്. ആ സമയത്ത് അത് അങ്ങനെ വരുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും, അതാണ് ഞാൻ ചിന്തിച്ചു പോവുക. പേരൊന്ന് പറയാമോന്നോ? എനിക്കറിയാം പേര്. പ്രമോദല്ല,
കാസർഗോഡ് തൃശ്ശൂർ പൂരമുണ്ടോ അറിഞ്ഞൂടായിരിക്കും. തൃശ്ശൂർ പൂരത്തിന് കാര്യക്കാരൻ വെടിക്കെട്ട് പൂര കത്തിപ്പോയില്ലേ. ഇല്ലാണ്ടിരിക്കില്ല, പൂരം ഇല്ലാണ്ടിരിക്കുന്നില്ല. എനിക്കറിയില്ല അത് കാര്യങ്ങളൊക്കെ, അതൊക്കെ തീരുമാനിക്കേണ്ടവരെ തീരുമാനിക്കും. ഞാൻ തൃശ്ശൂരുള്ള ആളാന്നുള്ളൂ. പൂരമുണ്ടോ പൂരമില്ലെന്നൊന്നും എനിക്കറിയില്ല. പൂരണ്ട ആനിച്ചമ്മേങ്ങ പോണമെന്നുണ്ടെങ്കിൽ ആനിച്ചമ്മ ഷൂട്ട് ചെയ്യാൻ പോണുണ്ട്. പിന്നെ ആനിച്ചമ്മ പൂരത്തിൻ്റെ അന്നും പോവാറില്ല കേട്ടോ, ഭയങ്കര തിരക്കാണ്. പിറ്റേ ദിവസം പോകണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. എൻ്റെ കൂടെ വരുന്ന ചേച്ചി, ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ കൂടെ ഒരു ചേച്ചി വരിക, ചേച്ചി വരാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം കാലത്ത് പോയിട്ട് വരികയാണെങ്കിൽ പോകണം. നല്ല തിരക്കാവില്ല അവിടെ. ആനച്ചമ്മയെങ്ങാനും പോകണമെന്നുണ്ട്. ഇതിനെ കാറ്റത്ത് ആ പറക്കണം തിരിയണുണ്ടല്ലേ. ഹായ് ലിനീഷ്, കുറെ നാളായല്ലോ കണ്ടിട്ട്. ലിനീഷിനൊന്നും കാണാറില്ല, പോസ്റ്റുകളൊന്നും എത്തുന്നില്ല എന്ന് തോന്നുന്നുണ്ടല്ലേ. ലിനീഷൊക്കെ ആദ്യം എനിക്ക് ലൈക്കും കമൻറ്റൊക്കെ തരാറുള്ള ആളാണ്, ആദ്യമേ ഉള്ളതാ. ഞാൻ ഫേസ്ബുക്ക് തുടങ്ങിയ ഉള്ളതാ ലിനീഷ്. പക്ഷെ ഇപ്പം കുറേ പേരായി, ഇപ്പോൾ പോസ്റ്റുകളൊന്നും എല്ലാവർക്കും എത്തണില്ല. പണ്ടുള്ളവരെയൊക്കെ നമുക്ക് എന്നും ഓർമ്മ ഉണ്ടായിരിക്കില്ല, അവർ മാത്രമല്ല ഫ്രണ്ട് ലിസ്റ്റിൽ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കുറേ പേര് ഫ്രണ്ട് ഇതിൽ വരുന്നുണ്ടല്ലോ, അത് കാരണം എല്ലാവരും അറിയില്ല. ആര് കുറച്ച് വിരലിലുണ്ടാവുന്ന ആളല്ലേ ഉള്ളൂ ഫേസ്ബുക്കൊക്കെ തുടങ്ങിയപ്പോഴേ. അപ്പം ഉള്ളവരൊക്കെ അറിയാം. അങ്ങനെ നാളെ സിനിമാ നടി വാണി വിശ്വനാഥിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങളുടെ ബന്ധുവാണ് കേട്ടോ. അപ്പം അവിടെ പോയി ഷൂട്ട് ചെയ്യണം. അവിടെ തോറ്റാണ്, ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ് അവിടെ, തറവാട്ടമ്പലം, തറവാടാണ്. അപ്പോൾ വാണിനും ബാബുരാജ്, കഴിഞ്ഞ കൊല്ലം ബാബുരാജ് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ബാബുരാജിന് ഷൂട്ടുണ്ടായിരുന്നു. ലൈവില് കുറച്ച് പേരുള്ളല്ലോ, ചില ദിവസം കുറേ പേരുണ്ടാവും. ഞാൻ ഇന്നലെ വന്നില്ല, 2 ദിവസമായി ഞാൻ ലൈവിൽ വന്നിട്ട്. അപ്പം ഇന്നൊന്ന് വരാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ 2 ആളുള്ളൂ, 2-3 ആളുള്ളൂ. ഇത് കഴിഞ്ഞ് വരും. ഞാൻ ലൈവ് വന്നിട്ട് പോയ ഓരോരുത്തർ എന്താ മിണ്ടാത്തേ, എന്താ മിണ്ടാത്തേ. എനിക്ക് ലൈവ് കഴിഞ്ഞ് പോയാൽ ഞാൻ എങ്ങനെ മിണ്ടാ. ഞാൻ ആരെങ്കിലും വരുമെന്ന് നോക്കിയിരിക്കുക. അപ്പം ഞാൻ അവിടെ ഒരു ചോദ്യം എഴുതിയിട്ടുണ്ടായിരുന്നു.
താറാവിനെ വളർത്തുന്നിടത്ത് പാമ്പ് ശല്യം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ടല്ലോ, ശരിയാണോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ അതിൻ്റെ ഉത്തരം? അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂട്ടോ. ഫുഡ് കഴിച്ചാ? ആരെയും കാണാനില്ലല്ലോ, ഞാൻ നിർത്താൻ പോവാ. കുറേ നേരമായി ഇരിക്കുന്നുള്ളവരും മിണ്ടവും കാണാനില്ല. എന്നാ എല്ലാവരും പോയി ഫുഡ് കഴിച്ചു, ഞാനും പോവാം. ആഹാ, കുടമാറ്റം. കുടമാറ്റം കണ്ടോ, കുടമാറ്റം. ആരെങ്കിലും വരാനുണ്ടോ? വരുന്നുണ്ടെങ്കിൽ വാ, എന്നിട്ട് ഞാൻ പോവാ. കാണുന്നുണ്ടല്ലോ, ആര് വാച്ചുണ്ടല്ലോ. കണ്ട് കുടമാറ്റം. അപ്പം ശരി കേട്ടോ. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്, നല്ല ശുഭരാത്രി ആശംസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ. Bye, Tata. Bye, Chacha. See you. Bye bye. See you.